ചേട്ടാ, വിവാഹത്തിന് മുമ്പ് നീ ഗർഭിണിയായ വിവരം അച്ഛനെ രാധയെ അറിയിക്കണ്ടായിരുന്നു. അതെങ്ങനെ ആവേശം വരുമ്പോ നിന്റെ അച്ഛൻ അഭിമാനം മറക്കും. ഇതെന്തോന്ന് കാര്യം പറമ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ഇത്ര മരമണ്ടൂസായി പോയല്ലോ. മരമണ്ടൂസോ? ഞാനോ? പിന്നല്ലാതെ. എന്റെ അച്ഛൻ ഒരു പടക്കം പൊട്ടിച്ചതല്ലേ, അത് വിശ്വസിച്ചുകൊണ്ടാണല്ലോ രാധേട്ടന്റെ അച്ഛൻ ഇത്ര പെട്ടെന്ന് നമ്മുടെ വിവാഹം നടത്തി തന്നത്. നീ കല്യാണത്തിന് മുമ്പ് ഗർഭം ധരിക്കാൻ മാത്രം വിട്ടിയൊന്നുമല്ല ഞാൻ. അതിനെ വേറെ ആളെ നോക്കണം. ചുമ്മാതല്ല ആളുകൾ നിന്റെ അച്ഛനെ ആനറാഞ്ചി എന്ന് വിളിക്കുന്നത്. ഞാൻ ഉരുടി വെച്ചിരുന്നു കേട്ടോ. അയ്യോ, ഇപ്പൊ ഇടിക്കൊന്നും വേണ്ട. പിന്നെ നല്ല ആളാണ്. കണ്ണു തുറന്നിട്ട് ആദ്യം എന്നെയാണ് നോക്കുക. അവിടെ നോക്കൂ. എന്റെ വിഷുക്കണി ഇവിടെയാണ്. നിന്റെ ഈ തുടുത്ത മുഖത്ത് സിന്ദൂരം, സ്വർണം, കൊന്നപ്പൂക്കളെല്ലാം എനിക്കിവിടെ കാണാം. കുട്ടി മാധവൻപിള്ള, വർഗീസ്, നാരായണി, കൃഷ്ണപ്രസാദ്, പുഷ്കൈ നൃത്തം എല്ലാവർക്കും ആയില്ലേ പപ്പുക്കുറുപ്പൻ? ഇവിടെ വന്നവർക്കൊക്കെ കൊടുത്തു, ബാക്കിയുള്ളവർക്ക് പിന്നെ കൊടുക്കാം. ശരി, നിങ്ങൾ ആരും ഇപ്പൊ പോകരുത്. നിങ്ങളോട് എനിക്ക് വളരെ പ്രധാനമായ ഒരു കാര്യം പറയാനുണ്ട്. അച്ഛൻ എന്ത് ചെയ്യാൻ പോവാ? ജോലിക്കാരുടെ മുമ്പ് വെച്ച് അച്ഛൻ താക്കോൽ എന്നെ ഏൽപ്പിക്കാൻ പോവാ. എന്റെ 2 മക്കളുടെയും വിവാഹം കഴിഞ്ഞു. എനിക്കാണെങ്കിൽ പ്രായം കൂടി വരും. ഇനി എല്ലാം നോക്കിക്കണ്ട് നടത്താനുള്ള ചുമതല ഞാൻ എന്റെ മകനെ ഏൽപ്പിക്കില്ല. നിങ്ങൾ ഇതുവരെ എന്നോട് കളിച്ച സഹകരണം എന്റെ മകനോടും ഉണ്ടായിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ എന്റെ മകനെയും സ്നേഹിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അവൻ മണ്ണിന്റെ മകനാണ്, അധ്വാനത്തിന്റെ വില അറിയുന്നവൻ. എന്താണിത്? അങ്ങ് എന്താണ് ഈ കാണിക്കുന്നത്? ഈ സ്വത്തുക്കളെല്ലാം നോക്കി നടത്തേണ്ടത് രാധാകൃഷ്ണനാണ്. ദയവ് ചെയ്ത് അങ്ങനെ ധർമ്മസങ്കടത്തിലാക്കരുത്. ഗോപി, എന്റെ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകരുതെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? എന്റെ അഭിമാനം നിലനിന്ന് കാണണമെന്ന് നിനക്ക് മോഹമുണ്ടോ? എങ്കിൽ ഈ ചുമതല നീ തന്നെ ഏറ്റെടുക്കണം. പണിക്കരി സാറേ, എനിക്കൊരു സംശയം. നിങ്ങളുടെ മകൻ ഈ നിൽക്കുന്ന രാധാകൃഷ്ണനോ അതോ ഗോപിയോ? 2 പേരും എന്റെ മക്കളാണ്. സംബന്ധക്കാരനകത്ത്, സ്വന്തം മകൻ പുറത്ത്. ഇതെവിടത്തെ മര്യാദയെ? പ്രധാനമുള്ള സാറേ, ഈ കുടുംബത്തില് എന്തോ നടക്കണം എന്ന് പറയാനുള്ള അധികാരം ഒരൊറ്റയാക്കേ ഉള്ളൂ എന്റെ അങ്ങുന്നിന്. കണ്ട് അണ്ടനും അഴകോടനും ഒന്നും കയറി അഭിപ്രായം ഒന്നും പറയണ്ട കേട്ടാ. ഈ സ്വത്തുക്കളുടെ എല്ലാം അവകാശി നീയാണെന്ന് എനിക്കറിയാം. ഒരു കാര്യസ്ഥെന്ന നിലയിൽ മാത്രമാണ് ഈ താക്കോൽക്കൂട്ടം ഞാൻ കയ്യിൽ സൂക്ഷിക്കുന്നത്. നീ പോടാ പെണ്ടി. അച്ഛനെ കൈമണി അടിച്ച് എല്ലാം കൈക്കലാക്കി. എന്നിട്ട് പാവം ചമ്മെന്ന റോസ്കൻ. പിന്നെ ഈ രാജേന്ദ്ര പണിക്കരുടെ സ്വത്ത് വിറ്റ് എയർ കണ്ടീഷൻ തിയേറ്റർ ഉണ്ടാക്കാമെന്നുള്ള നിന്റെ അമ്മായിയത്തിന്റെ മോഹം നടക്കാൻ പോകുന്നില്ലെന്ന് ഞാൻ അയാളോട് പറഞ്ഞേക്കാം. കേട്ടോ പ്രധാനമുള്ള സാറേ, നമുക്ക് ഒരു എയർ കണ്ടീഷൻഡ് തിയേറ്റർ ഉണ്ടാക്കിയില്ലെങ്കിലും നമുക്കൊരു ഹെയർ കട്ടിംഗ് തിയേറ്റർ ഉണ്ടാക്കണം. ഞാനെന്താ ഞാൻ അങ്ങനെ എങ്ങനെയൊന്നും പോകാൻ പോകുന്നില്ലടാ. കിട്ടാനോ കിട്ടിയിട്ടേ പോകുന്നുള്ളൂ. സ്വത്തുണ്ടായാൽ മാത്രം പോരാ, അനുഭവിക്കാൻ യോഗവും കൂടി വേണം. യോഗത്തിന് എന്ത് കുറവുണ്ടായി മോളെ? 1 ലക്ഷം പ്രഭു ഇരുന്ന് കുളിക്കുന്ന കണ്ടില്ലേ? ഒരു വാട്ടർ ടാങ്ക് കെട്ടി മോട്ടോർ വെച്ചാൽ വെള്ളം ബെഡ്റൂമിൽ വരും.
എന്തിനാ കൂടുതൽ പറയുന്നേ? ഒരു നല്ല കക്കൂസ് പോലും ഇല്ലല്ലോ ഇവിടെ. ഞങ്ങൾ കൃഷിക്കാരാണ്, നാട്ടിൻപുറത്തുകാരാണ്. ഇങ്ങനെ കുളിക്കുന്നതാണ് എനിക്ക് സുഖം. ചാരത്തി കിടക്കുന്ന സുഖമെന്ന് നായ്ക്കൾ പറയും. ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവള് പറഞ്ഞെന്ന് വിചാരിച്ച് ഞാൻ നായാകുമോ മോളെ? അച്ഛൻ എന്താ എന്നെ വിളിക്കേണ്ടത്? ഗോപി ഈ പാടത്തിലൊന്നും സമയമല്ലേ, നിന്നെ ഉപദ്രവിക്കേണ്ടതാന്ന് കരുതി. അച്ഛനേക്കാൾ വലുതാണോ പാടവും പറമ്പും ഒക്കെ? പിന്നെ അവനിവിടുത്തെ കുടികിടപ്പുകാരന്റെ മകനാ. ഈ തേങ്ങ അവൻ അവകാശപ്പെട്ടതാ. ഈ അവകാശങ്ങളൊക്കെ ഒന്ന് നിർത്തണം. നീ തേങ്ങയും കൊണ്ട് പോടാ. എന്ത് വിലക്കാ തേങ്ങ വിൽക്കുന്നത്? പണ്ട് വിറ്റോണ്ടിരുന്ന അതേ വിലയ്ക്ക് തന്നെ ഇപ്പൊ വിറ്റോണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ തന്നെ തണ്ട വിറ്റിരുന്ന വില. എന്റെ തന്തല്ല, തന്റെ തന്നെ ചക്കൂന്നിക്കൊണ്ടിരുന്നപ്പോ എന്റെ തന്ത തേങ്ങയും കൊണ്ടൊന്നില്ലയോ അതേ വിലയ്ക്ക് തന്നെ വിറ്റത്. ഇവനെപ്പോഴും എന്നെ ഇരുത്താൻ നോക്കുക കുഞ്ഞെ. ഇടുന്ന തേങ്ങയുടെ കണക്കുകളെല്ലാം കൃത്യമായ പുസ്തകത്തിൽ എഴുതുന്നുണ്ടോ? കള്ളക്കണക്ക് എഴുതി എനിക്ക് പരിചയമില്ല. ഇയാൾക്ക് നല്ല പരിചയമാണ്. സർക്കാരിനെ WDCR എഴുതി സർക്കാരിനെയും മുനിസിപ്പാലിറ്റിയും കണക്കെഴുതി പറഞ്ഞാണല്ലോ. അങ്ങനെ കണ്ടക്ഷോം ചെയ്യടാ. ആ കരിക്കുന്ന മകുടം പറ്റി ഇവന്നൊരു കരിക്കിട്ട് കുടിക്കാൻ ഇയാളുടെ ശുപാർശ വേണോ? അങ്ങനെ ഞാൻ കരിക്കിട്ട് വരാം. അവനെ കണ്ടപ്പോഴേ തോന്നി കരിക്കിടിക്കാൻ കൊണ്ട് കിടക്കുകയാണെന്ന്. എടാ ആ കുലവട്ടെ. കാർത്തിയാൻ ഇത് 5ാമത്തെ ക്ലാസ്സാ. ഇഷ്ടം പോലെ കുടിച്ചോളൂ, പാല് ധാരാളമുണ്ട്. ആഹാ, ധാരാളമുണ്ടോ? ഒരു വശത്ത് ഭർത്താവിന്റെ വക, മറുവശത്ത് ഭാര്യയുടെ വക. അല്ലേ ഇങ്ങനെ ധൂർത്തടിച്ച് ഇത് എവിടെ പോയി നിൽക്കും? ചേട്ടത്തി, പശു പ്രസവിച്ചാൽ ഒരാഴ്ചത്തേക്ക് പാല് ജോലിക്കാർക്ക് കൊടുക്കുന്നത് ഇവിടുത്തെ പതിവാ. ആ പതിവൊക്കെ അങ്ങ് നിർത്തണം. എനിക്കും എന്റെ കൊച്ചുങ്ങൾക്കും അനുഭവിക്കാനുള്ള വക കണ്ടമാനം കളയാൻ പറ്റില്ല. പാല് കൊടുത്തല്ല പൽപ്പേരെ സമ്പാദിക്കേണ്ടത്. ചേച്ചി, ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ കല്യാണം കഴിച്ച പിറ്റേ ദിവസം ഒരു നാട് കടത്തിയാനെ. അങ്ങനെയൊന്നും പറയില്ലേ ഗീതേ. എന്തായാലും അവരെന്റെ ചേട്ടത്തിയമ്മ. ഇങ്ങനെ ഒരു ചേട്ടത്തിയമ്മ ഇല്ലായിരിക്കും കുഞ്ഞേ നല്ലത്. രാധാകൃഷ്ണ പണിക്കർക്ക് ഒരു സമൻസ് ഉണ്ട്. ചേട്ടന് നേരെ ആര് കേസ് കൊടുക്കാനാ? 30,000 രൂപ ഒരാളോട് കടം വാങ്ങിയിട്ടുണ്ട്. അയാളാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ചേട്ടൻ ഇവിടെ ഇല്ല. കണ്ടില്ലേ ചേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്ന പണി? ഇക്കണക്കിന് പോയാൽ അച്ഛന്റെ നാട്ടിൽ തല ഉയർത്തി നടക്കാൻ വയ്യാത്ത സ്ഥിതി വരും. ഞങ്ങൾ കാരണമല്ല നിന്റെ അച്ഛന്റെ നാട്ടിൽ തല ഉയർത്തി നടക്കാൻ വയ്യാതായത്. നിന്റെ ഭർത്താവ് കാരണമാ. എന്റെ ഭർത്താവ് നാട് മുഴുക്കെ നടന്ന് കടം വാങ്ങിക്കുന്ന ആളല്ല. എന്റെ ചേട്ടനും അങ്ങനെയായിരുന്നില്ല. നിങ്ങളുടെ കൂടെ ചേർന്നതിന് ശേഷമാണ് ചേട്ടൻ അത് പഠിച്ചത്. കഴിവുള്ളവർ കടം മേടിക്കൂടി, സ്വത്ത് വിറ്റത് വീട്ടുകയും ചെയ്യും. എന്നിട്ട് എന്നെ തിരിച്ചു കൊടുക്കാഞ്ഞത്? എന്താ രാധിക ഇവിടെ? മുതലാളി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കണ്ട, മുതലാളി തന്നെയാ. ഒന്നുമില്ലേ ഓസിനെ പണ്ടാരച്ചെമ്പലച്ചോറെന്തെന്ന് ജീവിക്കല്ലോ. അപ്പൊ ഞാൻ പണ്ടാരച്ചെമ്പില് ചാപ്പാടടിച്ച് കഴിയുന്നാണോ താൻ പറഞ്ഞത്? കുത്തി കൊടലിയെ എടുത്ത് കളയും. കുത്തും കത്തി കാണിച്ച് പണ്ടങ്ങാനും വല്ല പിള്ളാരെയും വരട്ടി കാണും. കൊല്ലക്കടയിൽ സൂചി വിൽക്കാൻ വരാതെ. ഒന്ന് എടുത്തു കുറിപ്പേ, എന്തൊരു ശല്യമാണിത്. ഞങ്ങൾ ആർക്കും ഒരു ശല്യവും ചെയ്തിട്ടില്ല. ആദ്യം ഭാര്യയെ നേരെ നിർത്താൻ പഠിക്കും. അവർ നേരെ നിൽക്കുന്നത്, കൂലി നിർത്തേണ്ടത് നിങ്ങളതാ. എല്ലാരും കൂടെ കരുതിക്കുട്ടി നമ്മളെ അവമാനിക്കുക. നമുക്കൊരു തെറ്റ് പറ്റിപ്പോയി മോളെ. തെറ്റുപറ്റിയത് ഞങ്ങൾക്കാണ്. രാധികേ, കണ്ടില്ലേ അവളുടെ ഒരു ഭാവം? എന്റെ അച്ഛൻ കുറച്ച് രൂപ കടം വാങ്ങിച്ചു. എന്റെ ഭർത്താവ് അവന് ജാമ്യം നിന്നു. അവനെന്താ ഇത്ര വലിയ തെറ്റ്? വെറും 30,000 രൂപയ്ക്ക് വേണ്ടിയാ അവള് ഞങ്ങളുടെ തറവാടിനെ വരെ പറഞ്ഞത്. 30,000 രൂപയേ ഉള്ളോ? നിസാരം. ഇതിന് തറവാടിനെ പറയേണ്ട കാര്യമൊന്നുമില്ല. തന്തയ്ക്ക് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ പണം കാണാൻ കിടക്കുന്ന തെണ്ടികളൊന്നുമല്ല, കണ്ണുപൂട്ടി കഴിയുന്നവരുമല്ല. കണ്ണുപൂട്ടി കഴിയുന്നത് അഭിമാനമാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. രാധിക നിർത്താനാണ് പറഞ്ഞത്. വാണിനും വാണിത്യം കൂടെ ഒത്തുകളിയാ തെണ്ടികള്. എന്റെ ഭർത്താവിനെ തെണ്ടി തെണ്ടി എന്ന് വിളിച്ചത് ഞാൻ ഇതുവരെ സഹിച്ചു. ഇനി ആവർത്തിച്ചാൽ ഞാൻ ചൂല് കെട്ടി. നിന്നോട് സംസാരിക്കുന്നല്ലേ പറഞ്ഞത്? പുറത്ത് പോകാൻ. അല്ലെ വാദിക്കാമോ ശിക്ഷ? ഇവിടെ വാദിയുമില്ല, പ്രതിയുമില്ല. ഈ സമൻസ് വന്ന വിവരം അമ്മാവൻ അറിയരുത്. പണം കൊടുത്താൽ അയാൾ കേസ് പിൻവലിച്ചോളും. എന്റെ സ്ഥലം വിറ്റ് ഞാൻ 30,000 രൂപ നയിക്കാം. കുഞ്ഞിന്റെ ഭ്രാന്തുണ്ടോ? കടം വീട്ടണമെന്നില്ല. ആ 30,000 രൂപ ഇങ്ങോട്ട് വന്നാൽ ഞാൻ എന്റെ കൊട്ടയൊക്കെ ഒന്ന് ഭംഗിയാക്കി എടുക്കാം. അത് നിങ്ങൾ പഠിച്ച പാഠം. കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കണമെന്നുള്ളത് ഞാൻ പഠിച്ച പാഠം. അല്ലേ 30,000 രൂപ കടം വാങ്ങിച്ചെന്ന്? ആ രൂപ എവിടെ? 30,000 രൂപ എവിടെയെന്ന്? 3 ലക്ഷം രൂപ താനും കൂടെ തന്നു നോക്ക്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഞാനത് തീർത്തു തരാം. 30,000 രൂപ എനിക്കൊരു മണിക്കൂർ കരുതിക്കില്ല. അയ്യോ, സാർ ഏതാണ്ട് റിസർവ് ബാങ്കിൽ വന്ന് ജനിക്കേണ്ടവനായിരുന്നല്ലോ. വെറുതെ ഇവിടെ ഒന്ന് ജനിപ്പിച്ചു കളഞ്ഞല്ലോ. രാധികേ, നീ എന്നോട് ക്ഷമിക്കും. അവരോടുള്ള വിരോധം ഞാൻ നിന്നോട് തീർത്തു. ഏതായാലും സമക്ഷ വന്ന വിവരം അമ്മാവൻ അറിയരുത്.
എന്റെ നിലം വിറ്റ് ഞാൻ പണം കൊടുക്കാൻ പോവുകയാണ്. അത് വേണ്ട, എന്റെ പണ്ടങ്ങളെല്ലാം പണയം വെക്കാം. പണം കിട്ടുമ്പോൾ എടുത്താൽ മതിയല്ലോ. വേണ്ട വേണ്ട, അമ്മാവൻ അറിഞ്ഞാൽ. അച്ഛൻ അറിയില്ല. എന്തായാലും നിലം വെക്കാൻ ഞാൻ സമ്മതിക്കില്ല.